നീന്തലാണ് ലഹരി എന്ന സന്ദേശത്തിൽ മക്കളെ നീന്തൽ അഭ്യസിപ്പിക്കാൻ രക്ഷിതാക്കൾ രംഗത്ത്. ഫ്രീ സ്റ്റൈൽ പാലക്കാട് എന്ന രക്ഷിതാക്കളുടെ കൂട്ടായ്മയാണ് പെരുമ്പ് മുതലക്കുളത്ത് സൗജന്യ നീന്തൽ പരിശീലനം ആരംഭിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ മുങ്ങിമരണം വ്യാപകമായ സാഹചര്യത്തിലാണ് രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ സൗജന്യ നീന്തൽ പരിശീലനം നൽകുന്നത്. നീന്തൽ പരിശീലകനായ ചിറ്റൂർ ബോയ്സ് ഹൈസ്കൂളിലെ കായികാധ്യാപകൻ വേലുക്കുട്ടിയുടെ നേതൃത്വത്തിലാണ് 5 വയസ്സുള്ള കുട്ടികൾ മുതൽ ബിരുദ വിദ്യാർത്ഥികൾ വരെ പെരുവെമ്പിലെ മുതലക്കുളത്ത് നടത്തുന്ന നീന്തൽ പരിശീലനത്തിനെത്തുന്നത്. നീന്തൽ പരിശീലനത്തോടൊപ്പം ജലാശയങ്ങളിൽ അകപ്പെടുന്നവരെ രക്ഷിക്കാനുള്ള പരിശീലനവും ഫ്രീ സ്റ്റൈൽ പാലക്കാട് വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്നുണ്ട്. കഴിഞ്ഞ വേനലവധിക്കാലത്ത് 100ഓളം വിദ്യാർത്ഥികളാണ് നീന്തൽ അഭ്യസിക്കാൻ പെരുവെമ്പിലെത്തിയത്. ഇതിൽ പകുതിയിലധികം വിദ്യാർത്ഥികൾ പൂർണ്ണമായി നീന്തൽ പരിശീലിച്ചു. പെരുവെമ്പ് പുതുനഗരം, കൊടുവായൂർ, തത്തമംഗലം, കൊല്ലങ്കോട്, വടവന്നൂർ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് സൗജന്യമായി നീന്തൽ പരിശീലനം നേടുന്നതെന്ന് ഫ്രീ സ്റ്റൈൽ പാലക്കാട് കോർഡിനേറ്റർ എ സാദിഖ്, സെക്രട്ടറി എ കാജ ഹുസൈൻ എന്നിവർ പറഞ്ഞു. ലക്ഷങ്ങൾ ചിലവഴിച്ച് ഉന്നത പഠനത്തിനയക്കുന്ന മക്കൾ നീന്തലറിയാതെ മുങ്ങിമരിക്കുന്ന വാർത്തകളാണ് സൗജന്യ നീന്തൽ പരിശീലനം എന്ന ആശയത്തിലേക്ക് നയിച്ചതെന്ന് പരിശീലകനായ എം വേലുക്കുട്ടി പറഞ്ഞു. ഞാനൊരു ഫയർഫോഴ്സ് ജോലിക്കാരൻ കൂടിയായിരുന്നു. ഇപ്പോൾ കായികാധ്യാപകനാണ്. ഞാൻ സൗജന്യമായിട്ടാണ് നീന്തൽ പരിശീലനം കൊടുക്കുന്നത്. നമ്മുടെ കുട്ടികൾ മാക്സിമം നീന്തൽ പഠിച്ച് ഈ കുളത്തിൽ നിന്ന് പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ എല്ലാവരും ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് അതിനെതിരെ ഉള്ള ഒരു ലഹരിയായിട്ടാണ് ഞങ്ങൾ ഈ നീന്തൽ പരിശീലനം ഞങ്ങളുടെ ലഹരിയാണ്. കുട്ടികൾ നന്നായി നീന്തണം, നല്ല എവിടെ പെട്ടാലും രക്ഷപ്പെട്ടു വരാനുള്ള ഒരു ഇതായിട്ട് മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഈ ക്യാമ്പിൽ പങ്കെടുക്കുക, ഞങ്ങളുടെ ക്യാമ്പിൽ വിജയിപ്പിക്കുക. സൗജന്യ പരിശീലനമാണ്, വേറെ പറയാനില്ല. ഓക്കെ, താങ്ക് യു. ലഹരിയുടെ വലയിൽ കുടുങ്ങി വിദ്യാർത്ഥികൾ ഭാവി നശിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കാൻ സ്കൂൾ അവധിക്കാലത്ത് മക്കൾക്ക് നീന്തൽ പരിശീലനവും കായിക പരിശീലനവും നൽകാൻ രക്ഷിതാക്കൾ മുന്നോട്ട് വരണമെന്നും നീന്തൽ ഉൾപ്പെടെയുള്ള കായിക വിനോദങ്ങൾ പരിശീലിപ്പിക്കുന്നതിലൂടെ കുട്ടികളെ ലഹരിയിൽ നിന്ന് വഴിതിരിച്ചുവിട്ട് കായിക മേഖലയിൽ കഴിവുള്ളവരാക്കി മാറ്റാൻ ക്ലബ്ബുകളും കൂട്ടായ്മകളും മുന്നോട്ട് വരണമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.